നടന്നേ. ഇത് എവിടേക്കായി കൊണ്ടുപോകുന്നത്? നീ അങ്ങോട്ട് അവിടെ ഇരിക്കേ. എന്തൊരു കഷ്ടം നോക്കണേ. ശരി, എന്നാ ഇനി പറ എന്താ കാര്യം? എടാ നീ ഇങ്ങനെ ഒരു മണ്ടനായി പോയല്ലോ. അതെന്താ അങ്ങനെ പറഞ്ഞത്? നിന്റെ മോൻ പ്രേമിച്ചല്ലേ കെട്ടിയത്? ആ അതെ. ആണല്ലോ. അതാരെയാ പ്രേമിച്ചത്? അത് എന്താ കാര്യം പറ. അത് നിന്റെ ശത്രുവിനല്ലേ, ശത്രുവിന്റെ മോളെയല്ലേ? അത് അന്വേഷിച്ചില്ലായിരുന്നോ? അല്ല, അതിപ്പോ അവര് തമ്മിൽ കണ്ടിഷ്ടപ്പെട്ടു കല്യാണം കഴിച്ചു ഒരുമിച്ച് ജീവിക്കുന്നു. അതിന് എനിക്ക് ചെയ്യാൻ പറ്റും? നിനക്കൊന്നും ചെയ്യാൻ പറ്റൂല. അവന് ആ ജെസ്സിയെ മാത്രമേ കണ്ടുള്ളൂ. ആ പെൺകുട്ടിയുടെ അച്ഛൻ ആര്? ജോർജ് അല്ലേ? ആ ജോർജിന്റെ പെണ്ണിനെ മാത്രമേ നിന്റെ മോന് കെട്ടാനുള്ളൂ? ലോകത്ത് എത്ര നല്ല പെൺകുട്ടികൾ വേറെ ഉണ്ട്, എത്ര ആളുടെ മക്കളുണ്ട്. അതൊന്നും കണ്ടിട്ടില്ലേ? നിനക്കതൊന്നും നോക്കാൻ നിനക്ക് അറിഞ്ഞിട്ടില്ലേ? എന്നിട്ട് കൂട്ടിക്കൊണ്ടെന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. അല്ലേ, നീ ഇപ്പൊ എന്തോ വേണോന്നായി പറയുന്നത്? ഒന്നും വേണോന്നല്ല ഈടാ. നിന്റെ രാഷ്ട്രീയ ജീവിതം ഇനി എന്താകും? നിന്റെ പാർട്ടിക്കാർ ഇത് അറിഞ്ഞാൽ നിന്റെ രാഷ്ട്രീയത്തിൽ നിന്റെ ഭാവി എന്താകും? അത് ചിന്തിച്ചോ? ഈ രാഷ്ട്രീയമല്ലല്ലോ ജീവിതം എന്നൊക്കെ പറയുന്നത്. ആഹാ, നീ ചെറുപ്പത്തിൽ രാഷ്ട്രീയമാണ് ജീവിതം എന്നും പറഞ്ഞ് നടന്നവനല്ലേ? ഇപ്പൊ എന്തെങ്ങനെ തിരിച്ചു പറയുന്നത്? എന്തേ? ഇപ്പൊ പത്രങ്ങളിലല്ല എന്തൊക്കെ വരുന്നുണ്ട്, അതറിയുന്നുണ്ടല്ലോ നീ. അപ്പൊ നിനക്ക് നാളെ എന്ത് വരുമെന്ന് എനിക്ക് വരക്കം പേടിയുണ്ട്, അറിയോ? നീ അത് ചിന്തിച്ചില്ല, ഞാൻ ചിന്തിക്കുന്നുണ്ട്. എന്തോ മൂന്ന് മൂളിക്കൊണ്ടിരിക്കുന്നേ? അല്ല, ജോർജന്റെ ശത്രു തന്നെയാണ്. പക്ഷെ ആ മോളിപ്പോ എന്റെ സ്വന്തം മോളെ പോലെയാണ് ഇവിടെ കഴിയുന്നത്. അപ്പോ ആ പെൺകുട്ടി നിന്റെ മോളാണോ? നീ എന്തൊക്കെ ഈ പറയുന്നത്? എടാ, ശത്രുവിന്റെ മോള് ശത്രു തന്നെയാണ്, അത് നീ മറക്കണ്ട. ഞാനിപ്പോ എന്തോ വേണോന്നാ സൂസൻ പറയുന്നത്? എങ്ങനെങ്കിലും പറഞ്ഞു ഒഴിവാക്കാൻ നോക്ക്. ഇപ്പം അത് നടക്കത്തൊന്നുമില്ല. എടാ, പറയാൻ പറ്റത്തില്ല. ചിലപ്പേ അവര് പ്ലാൻ ചെയ്ത് പറഞ്ഞ് നിന്റെ വീട്ടിലേക്ക് ഇവിടെ കൊണ്ടുവന്നാണെങ്കിലോ? ആണോ? ആ, ജോർജ് അങ്ങനെ ഒരു മനുഷ്യനാണ്, ക്രിമിനലാണ് അവൻ. നിന്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ വേണ്ടി മകള് വഴി ട്രൈ ചെയ്താണെങ്കിലോ? അത് നീ ഓർക്കണം. അങ്ങനെ ഒരു സംഭവം പിന്നല്ലാതെ. ഞാൻ അത്രത്തോളം ഓർത്തില്ല. ഓർക്കണായിരുന്നു. ഇത് കേട്ടപ്പോ ഞാൻ ഓർത്തു, നിനക്ക് ഓർമ്മ വന്നില്ല അല്ലേ? അതിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് നിന്നോട് പറയാൻ. നന്നായി വന്നത്. ഇത്രയും കാര്യങ്ങൾ എനിക്ക് തിരിച്ചറിയാൻ പറ്റിയല്ലോ. ശരി, എന്നാ ഞാന് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. സത്യം പറഞ്ഞ ഇവിടെ നിന്നിട്ട് എനിക്ക് കൊതി തീർന്നില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോ ഞാൻ തീർച്ചയായിട്ടും ഒരാഴ്ച ഇവിടെ നിൽക്കും. ഇപ്പൊ ഞാൻ പോയിട്ട് വരാം കേട്ടാ. ഓക്കെ? എന്തേ, സന്തോഷല്ലേ? സന്തോഷായില്ലേ മോനെ? ബൈ ബൈ. നേരെ ഇനി എയർപോർട്ട്. പറഞ്ഞപ്പോ ഞാൻ എന്തായാലും ഇത്രയും പ്രതീക്ഷിച്ചില്ല. ടോമേ, അവർ ഓരോ കാര്യങ്ങൾ എടുത്ത് പറയുമ്പോഴേ ചിരിക്കണോ കരയണോ ദേഷ്യപ്പെടണോ ആ ഒരു മൊമെന്റിലായിരുന്നു ഞാൻ. സിംഗപ്പൂർ പോണെന്നാ? സിംഗപ്പൂർ നിന്ന് കത്തും കേട്ടാ. അത് ചില ബന്ധുക്കൾ എങ്ങനെയാടാ, വെറുതെ കുറ്റം പറയാൻ വേണ്ടി മാത്രം വന്നില്ല, ഒരു കാര്യത്തിന് ഉപകാരമില്ല. അപ്പോ എന്നാലും ഇത് ഇത്തിരി കൂടുതൽ പപ്പ നേരത്തെ പറഞ്ഞുകൊണ്ട് കൊള്ളാം. ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് വൈകുന്നേരം വേറെ കല്യാണം കഴിക്കേണ്ടി വന്നു.